ഈ സർജറി ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്. ഈ മാക്സിലോഫേഷ്യൽ സർജറി ചെയ്തതിന് ശേഷം ഏത് രീതിയിലാണ് അതിൻ്റെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കഴിക്കാതിരിക്കാം എന്നതിനേക്കാട്ടും അപ്പുറം എങ്ങനെയാണ് നമ്മൾ അതിനെ കൊണ്ട് നടക്കേണ്ടത്? സർജറി കഴിഞ്ഞ പേഷ്യൻസിനോട്, രോഗികളോട് നമ്മൾ സാധാരണ പറയുന്നത് ഏകദേശം 3 ആഴ്ച മുതൽ 6 ആഴ്ച വരെ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങളെ കഴിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ വായയുടെ ശുദ്ധി, പല്ല് തേപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ശ്രദ്ധാപൂർവ്വം, സാധാരണ നമ്മൾ 2 നേരമാണ് ബ്രഷ് ചെയ്യുന്നത്, അത് ഏത് ഭക്ഷണം കഴിച്ചാലും ബ്രഷ് ചെയ്ത് നല്ല വൃത്തിക്ക് വെക്കണം. അതേപോലെ കഴിയുന്നതും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ലിക്വിഡായിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വിവിധ പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെയൊക്കെ കഴിക്കുക. നമ്മൾക്കൊരു ധാരണയുണ്ട് ചോറ് തന്നെ കഴിച്ചാലാണ് ഭക്ഷണമാവുക എന്നുള്ളത്. ആ രീതി മാറ്റിയിട്ട് ഇതുപോലുള്ള പ്രോട്ടീൻ പൗഡേഴ്സും മറ്റുള്ള ധാന്യങ്ങളൊക്കെ കുറുക്കി ചെറിയ മക്കൾക്ക് കൊടുക്കുന്ന പോലെ, പല്ലില്ലാത്ത ഒരാൾ കഴിക്കുന്ന പോലെ വിഴുങ്ങുന്നൊരവസ്ഥയിൽ കൊടുക്കാവുന്നതാണ്. ഡോക്ടർ, ഈ പലപ്പോഴും ഈ മുഖത്തെ പാടുകളെ പറ്റി പറയുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഈ മാർക്കറ്റിൽ പലതരത്തിലുള്ള ക്രീംസ് അവൈലബിൾ ആണ് ഈ പാടുകൾ മാറ്റുന്നതിനായിട്ട്. പക്ഷെ എപ്പോഴും ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നത് എത്രത്തോളം ആവശ്യകതയുണ്ട് ഈ ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു മാസ്കുലോഫേഷ്യൽ സർജൻ എന്ന നിലയിൽ? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ കഴിയുന്നതും ഇതുപോലുള്ള ക്രീമുകളുടെയൊക്കെ ഇത് വരുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന് റെഫർ ചെയ്യും കേസ്. കാരണം പല ക്രീമുകളും ഒരു മാസ്കിംഗ് ഏജൻ്റായിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഇങ്ങനെ ഈ കലയോ പാടിനെയൊക്കെ ചികിത്സിക്കുന്ന ക്രീമുകളൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ കുറവാണ്. അപ്പം ഏതായാലും ഒരു മാക്സിലോഫേഷ്യൽ സർജനെ കാണുന്നതാണ് അതിലേറ്റവും അതായത് ഇപ്പോൾ സ്കാർ, അതായത് അടയാളം മാറ്റുന്നതാണെങ്കിൽ സർജറിയിലൂടെ പരിഹരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഈ ആ ലീഷനിലേക്ക് കുത്തിവെക്കുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അതൊക്കെ വെച്ച് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ലേസർ തെറാപ്പികളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലേപനങ്ങളുടെ പിറകെ പോകുന്നതിന് പകരം ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ നമ്മളെ ഫേസിൽ പിന്നെ ഉണ്ടാവുന്ന കണ്ണിന് താഴെയുള്ള കരുവാളിപ്പും അല്ലെങ്കിൽ നെറ്റി തടങ്ങളിലുള്ള ഈ കറുത്ത കളറും ഒക്കെ, ഇതൊക്കെ പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതേപോലെ എന്താണെന്ന് വെച്ചാൽ അത് ഈ രൂപത്തിലുള്ള കളറുകൾ വരുന്നത് പല കാരണങ്ങളുണ്ട്. അതായത് സിസ്റ്റമിക് പ്രോബ്ലംസ്, ഡയബറ്റിക്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള അസുഖങ്ങളിലൂടെയൊക്കെ കൂടുതൽ ഇങ്ങനത്തെ വരാം. അപ്പോൾ അതിലൂടെ അത് പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വക അടയാളങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്.